അസ്സലാമു അലൈക്കും. നമ്മൾ ബഡേവു എന്നുള്ള പാഠമായിരുന്നല്ലേ എടുത്തിരുന്നത്. അത് ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ ബാക്കി പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ ആക്ടിവിറ്റിയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ. 7 പാരഗ്രാഫ് വരെയാണ് നമ്മൾ എടുത്തിരുന്നത്. അതായത് ഇനി എടുക്കേണ്ട പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ പാരഗ്രാഫ് കേട്ടോ. ഇത് മുതലാണ് എടുക്കുന്നത്, നോക്കുക. അപ്പോൾ അതുവരെയുള്ള കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വഴിയാത്രക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ജാട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ 2 വഴിയാത്രക്കാരെ വിളിച്ച് കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു കഥയാണ് അല്ലേ. ഒരു കഥയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വഴിയാത്രക്കാർ വന്നു, അവിടെ ഇരുത്തി. അപ്പോഴേക്കും മകൻ എന്ത് ചോദിച്ചു, തലേന്നത്തെ ലഡു തിന്നട്ടെ എന്ന് അച്ഛനോട് വിളിച്ചു വെച്ചു. കഥയൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ബാക്കി നോക്കുക കേട്ടോ. 2 ബട്ടേവുമാരും വഴിയാത്രക്കാരും ആ കുട്ടി പറയണത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അല്ലേ. അച്ഛനോട് അകത്തേക്ക് വിളിച്ചു വയ്ക്കുകയാണ്, ഒരു ബട്ടേവ് തിന്നട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ പറയും, ആ തിന്നാ, ഞാൻ ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കട്ടെ, എന്നിട്ട് ബട്ടേവ് തിന്നാന്നൊക്കെ പറയാണ്. ബാക്കി നോക്കുക കേട്ടോ. वे डर के मारे एक दूसरे का मुँह देखने लगे. എന്ത് ചെയ്യാണ്, ഇവർക്ക് ആകെ പേടിയായി. 2 ബട്ടേവുമാർക്കും, അതായത് വഴിയാത്രക്കാർക്ക് 2 പേർക്കും ഭയങ്കര പേടിയായി ഇവൻ്റെ ചോദ്യം ഇങ്ങനെ കേട്ടപ്പോൾ. എന്നിട്ട് പറയണ അച്ഛൻ, ഭോജൻ പരോസനെ മേം देर हुई तो लड़के ने एक बार फिर पुकारा, पिताजी मैम तो एक बटेव खा लेता हूँ, मुझे बहुत भूख लगी है. അവ പറയാണ്, അച്ഛൻ എന്ത് ചെയ്യാണ്, പരോസ്നേമേം ദേർ, ദേർ എന്ന് പറഞ്ഞാൽ നേരം വൈകുക. അച്ഛൻ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണില്ല. അപ്പം അവൻ എന്ത് ചെയ്യാണ്, വീണ്ടും അച്ഛനോട് വിളിച്ചു വയ്ക്കുകയാണ്. ലഡ്ക്കേനെ ഏക് ബാർ ഫിർ പുക്കാര, ഒരിക്കൽ കൂടി അച്ഛനോട് വിളിച്ചു വയ്ക്കുകയാണ്. എന്താ വിളിച്ചു വയ്ക്കണേ, പിതാജി മേം തോ ഏക് ബട്ടേവു ഖാ ലേത്താ ഹും, പിതാജി ഞാനൊരു ബട്ടേവ് എടുത്ത് തിന്നട്ടെ. മുझे बहुत भूख लगी है. ഭൂഖ് മീനിങ് എന്താണ്, വിശപ്പ്. ഭൂഖ് മീനിങ് വിശപ്പ്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട് പിതാജി, ഞാനൊരു ബട്ടേവ് തിന്നട്ടെ എന്ന് അകത്തേക്ക് വിളിച്ചു വയ്ക്കുകയാണ്. ജാട്ട് ബോല, അപ്പോൾ അച്ഛൻ പറയാണ്, ബേട്ടാ थोड़ा सब्र कर मुझे इन्हें जिमाने दे, फिर चाहे तो दोनों बटेवു खा लेना. എന്നിട്ട് പറയുന്നത് ഥോട്ട സബ്ര, സബ്ര എന്ന് പറഞ്ഞാൽ ക്ഷമിക്കൂ, നീ കുറച്ച് നേരം ഒന്ന് ക്ഷമിക്ക്, ഞാൻ എന്ത് ചെയ്യട്ടെ. മുജേം ഇനേം ജിമാനെ ദേ ഫിർ ചാഹേ തോ ദോനോ ബട്ടേവു ഖാ ലേന, ഞാൻ ഈ ഭക്ഷണം ഒന്ന് കൊടുത്തോട്ടെ, അതിനുശേഷം നീ എന്ത് ചെയ്തോ, 2 ബട്ടേവും കഴിച്ചോ എന്ന് അച്ഛൻ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. അബ്ദോ ദോനോ, അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എന്താണ്, അബ്ദോ ധോനോ ബട്ടേവു ഡർസെ കാമ്പിനെ ലഗേ. 2 ബട്ടേവുമാരും എന്ത് ചെയ്യാണ്, കാമ്പിനെ മീനിങ് എഴുതുക, വിറക്കാൻ തുടങ്ങി. അവർക്കാകെ പേടിയായി. മകൻ ഇവിടെ നിന്നിട്ട് അച്ഛനോട് അടുക്കളയിലേക്ക് വിളിച്ചു ചോദിക്കുകയാണ്, അച്ഛാ ഞാനൊരു ബട്ടേവ് തിന്നട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുക, നിനക്ക് ഞാൻ ഈ ഭക്ഷണം ഒന്ന് കൊടുത്തോട്ടെ, എന്നിട്ട് കഴിക്കാമെന്ന് പറയുകയാണ്. പിന്നെ അച്ഛൻ പറയണത് എന്താണ്, രണ്ടും കഴിക്കുക എന്ന് പറയുകയാണ് അച്ഛൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ്, അവരാകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഏക് ബട്ടേവ് ദൂസരേ സെ ബോല, അതിലത്തെ ഒരു ബട്ടേവ്, ഒരു വഴിയാത്രക്കാരൻ എന്ത് ചെയ്യാണ്, മറ്റാളോട് പറയാണ്, മിത്ര ലഗ്താ ഹേ എന്ന് പറഞ്ഞാൽ തോന്നുന്നു, ഹം ഗലത് ഫംസ് ഗയേ ഹേ, നമ്മളെന്താണ് അപകടത്തിൽ വന്ന് ചാടിയെന്ന് തോന്നുന്നു. മീനിങ് എഴുതാട്ടോ, ലാസ്റ്റ് ലൈനിൽ അതാ എന്ത്, ലഗ്താ ഹേ എന്ന് പറഞ്ഞാൽ തോന്നുന്നു, ഫംസ് ഗയേ എന്ന് പറഞ്ഞാൽ കുഴപ്പത്തിൽ ചാടുക. അപ്പോൾ ഒരു ബട്ടേവ് പറയണം മറ്റേ ബട്ടേവിനോട്, എനിക്ക് തോന്നുന്നു നമ്മൾ
കുഴപ്പത്തിൽ വന്ന് ചാടി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഏതോ കൊയി നരഭക്ഷി പരിവാർ ഹേ. പരിവാർ മീനിങ് എന്താണ്? കുടുംബം. പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം. കണ്ടില്ലേ, പരിവാർ കുടുംബം. അപ്പോൾ പറയാണ് ഇതൊരു എന്ത് കുടുംബാണെന്ന്? നരഭക്ഷി. ഈ നരഭോജികൾ എന്ന് കേട്ടിട്ടില്ലേ, മനുഷ്യന്മാരൊക്കെ തിന്നുന്ന ആ നരഭോജികളുടെ കുടുംബമാണെന്ന് തോന്നുന്നു. ലഡ്ക कहता है मैं एक बटेव खाऊंगा और बाप कहता है कि दोनों खा लेना. മകന് ഒരു ബട്ടേവ് തിന്നട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നു രണ്ടും തിന്നോ എന്ന്. അപ്പോൾ പറയാണ് മകനോട് രണ്ടും തിന്നാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് യഹ് ജറൂർ ഹമേം ഭോജൻ മേം ബെഹോഷി കി ദവ ഖിലാ ദേഗാ. ബെഹോഷി മീനിങ് എഴുതുക, നമ്മളെ ബോധം കെടുത്താനുള്ള മരുന്ന്. അബോധാവസ്ഥ. ബെഹോഷി അബോധാവസ്ഥ, ദവ മരുന്ന്. നമ്മൾ അബോധാവസ്ഥയിലാക്കാനുള്ള മരുന്ന് നമ്മൾക്ക് നൽകും. അവർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ അവരെന്ത് ചെയ്യും? നമ്മളെ അബോധാവസ്ഥയിലാക്കാനുള്ള മരുന്ന് ഇട്ടിട്ടാണ് നമുക്ക് ആ ഭക്ഷണം തരിക എന്ന് ഒരു ബട്ടേവ് മറ്റേ ബട്ടേവിനോട് പറയുകയാണ്. അവിടെ ആ ചിത്രം കണ്ടില്ലേ നിങ്ങൾ? നരഭക്ഷി പരിവാർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെതാണ് കാട്ടുന്നത്. അതൊരു സങ്കല്പിക്കുകയാണ് കേട്ടോ, അല്ലാതെ ഉള്ളതല്ല. അങ്ങനെ എന്ത് ചെയ്യാണ്? दोनों ബട്ടേവ് ഉഡ്ഗഡേ ഹുയേ और जाने लगे. രണ്ട് ബട്ടേവുമാരും ജീവൻ കിട്ടിയാൽ മതി വെച്ചിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്? വേഗം എഴുന്നേറ്റു. ഇത്തനേമേ ജാട്ട് ഭോജൻ ദി ധാലി ലേക്കർ. ധാലി മീനിങ് എഴുതുക, ധാലി പ്ലേറ്റ്. അപ്പോൾ ഇവർ വേഗം എണീറ്റ് പോവാൻ നിൽക്കുമ്പോഴാണ് ഭോജൻ ഭക്ഷണം കൊണ്ട് ജാട്ട് വരുന്നത്. ഭക്ഷണത്തിൻ്റെ പ്ലേറ്റുമായിട്ട് ഇങ്ങനെ ജാട്ട് വരുന്നത്. ഉന്നേം ഘടാ ദേക്കർ വഹു ഉന്നേം ബിഠാനെ ലഗ തോ വേ ദോനോം ജാട്ട് പർ ബിഗഡ് പടേ. ബിഗഡ് എന്ന് പറഞ്ഞാൽ കലഹിക്കുക, അവരോട് കലഹിക്കാൻ നിന്നു. അതായത് ജാട്ട് വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? വഴിയാത്രക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ജാട്ട് ഭക്ഷണം കൊണ്ട് വരുന്നത്. അപ്പോൾ ജാട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇരിക്കുക, എങ്ങോട്ടാണ് പോണത്? ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് പറയാണ്. പക്ഷെ അപ്പോഴേക്കും ഇവരെന്ത് ചെയ്യാണ്? അയാളോട് ജാട്ടിനോട് കലഹിക്കാൻ തുടങ്ങി, തട്ടിക്കയറാൻ തുടങ്ങി. അപ്പോൾ ജാട്ടിനെ ബഹുത്ത് अनुनय विनय की, लेकिन वे दोनों वहाँ से किसी प्रकार खिसकना चाहते थे. इसी रोकादामी के शोरगुल में वहाँ काफ़ी भीड़ इकट्ठी हो गई. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇവരോട് ഇങ്ങനെ തട്ടിക്കയറാൻ തുടങ്ങുകയാണ് വന്ന വഴിയാത്രക്കാർ. ജാട്ടിനെ ബഹുത്ത് അനുനയ വിനയ്ക്ക്, ജാട്ട് ഒരുപാട് നല്ലതിലൊക്കെ പറഞ്ഞു നോക്കി ഇവരോട്. പക്ഷെ എന്താണ്? ലേക്കിൻ വേദോനോ മഹാംസെ കിസി പ്രകാർ ഗിസക്ന. ഗിസക്ന മീനിങ് മാറിപ്പോവുക. അപ്പോൾ ജാട്ട് പറയുന്നതൊന്നും അവരനുസരിക്കണില്ല. ജാട്ടിനെയൊക്കെ തള്ളി മാറ്റി ഇവരെന്ത് ചെയ്യണം? അവിടുന്ന് പോവാൻ വേണ്ടി ശ്രമിച്ചു. ഇസി രോക്കാദാമി. രോക്കാദാമി എന്ന് പറഞ്ഞ മീനിങ് തടയലും ബഹളവും. അപ്പോൾ ഇവർ പോവാൻ നിൽക്കണവരെ തടയുന്നു ജാട്ട്. അപ്പോൾ ആ തടയലും ബഹളവും കാരണം ഷോർഗുൽ മേം വഹാം കാഫി ബീഡ്. കാഫി ബീഡ് എന്ന് പറഞ്ഞാൽ വലിയ ജനക്കൂട്ടം. അപ്പോൾ അവിടെ എന്തായി? കച്ചറ കൂടി അവർ ഒച്ചയും വിളിയും കൂട്ടാൻ തുടങ്ങിയില്ലേ. അപ്പോഴേക്കും അവിടെ എന്തായി? കാഫി ബീഡ് ഇഗട്ടി തടിച്ചു കൂടുക. അവിടെ ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്തു? തടിച്ചുകൂടി. ആ ചിത്രത്തിൽ കാണുന്നില്ലേ, ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടി. അങ്ങനെ എന്ത് ചെയ്യാണ്? ബീഡുമേം സെ കിസിനെ പൂച്ച. അവിടെ തടിച്ചു കൂടിയ ജനങ്ങൾ ചോദിക്കുകയാണ് ബൈ ആഖിർ മാസ്ര ക്യാ ഹേ. മാസ്ര മീനിങ് എഴുതുക കാരണം. അവർ എന്താണ് അങ്ങനെ ഇറങ്ങിപ്പോവാനുള്ളതും അവിടെ ബഹളം കൂട്ടാനുള്ള കാരണം എന്താണെന്ന് ആ വന്ന ജനക്കൂട്ടം ചോദിച്ചു. അപ്പോൾ അതിൽ നിന്നും ഏക് ബട്ടേവ് പോല ഒരു ആൾ പറയാണ്, വന്ന വഴിയാത്രക്കാരിൽ ഒരാൾ പറയാണ് ബായോ യഹ് ജാട്ട് ഹമേ ബഹുത്ത് ഗുഷാമത്. ഗുഷാമത് എന്ന് പറഞ്ഞാൽ
പ്രശംസയോടെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്തിനാണ്? ഭോജൻ കരാനെ ലായാത, ഞങ്ങൾക്ക് ഭക്ഷണം തരാ എന്ന് പറഞ്ഞ് ഞങ്ങളെ കവലയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നതാണ് ഈ ജാട്ട്. കിന്തു യഹാം ആക്കർ പതാ ലഗാ കി യേ ബാപ്പ് ബേട്ട് ഹം ദോനോം കോ ഹി ഗാന ചാഹത്തെ ഹേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താണ്, ഞങ്ങളെ ഭക്ഷണം തരാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടെന്നെങ്കിലും കിന്തു പക്ഷെ എന്തുണ്ടായത്, ഇവിടെ വന്നപ്പോൾ ആക്കർ പത്താലക, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തുണ്ടായത്, ബാപ്പ് ബേട്ടെ, ഈ അച്ഛനും മകനും ഹം ദോനോം കോ ഹി ഖാന ചാഹത്തെ ഹേ, ഞങ്ങൾ രണ്ടു പേരെയും തിന്നാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് ഒരു ജാട്ട് പറഞ്ഞു. ഒരു ജാട്ടല്ല, ഒരു യാത്രക്കാരന് പറഞ്ഞു. ഇസ്കാ ലഡ്കാ കഹത്താ ഹേ कि मैं एक बटेव खाऊंगा और या कहते हैं कि तू दोनों खा लेना. അച്ഛനോട് മകന് വിളിച്ചു ചോദിക്കും, ഞാനൊരു ബടേവ് തിന്നട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ത് പറയും, നീ 2 ബടേവും തിന്നോ എന്ന് അച്ഛന് വിളിച്ചു പറയും. പഹലേ മുझे उन्हें भोजन कराने दे, ചാട്ടിനെ യഹ് സുനാ തോ ഖിൽഖിലാക്കർ ഹംസ് പട. ആദ്യം ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം എന്ന് അച്ഛൻ മകനോട് പറയുന്നത് ഞങ്ങൾ കേട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ജാട്ടല്ല ആ വഴിയാത്രക്കാരന് കൂടി നിന്ന ആളുകളോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണ്, ജാട്ടിനെ യഹ് സുനാഥോ ഗിൽഗിലാക്കർ ഹംസ് പട. ഗിൽഗിലാക്കർ മീനിങ് എഴുതുക, പൊട്ടിച്ചിരിക്കുക. ജാട്ട് ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യാണ്, ആ ജാട്ടിന് ചിരിയാണ് വന്നത്. ജാട്ട് എന്ത് ചെയ്തു, പൊട്ടി ചിരിച്ചു. ജാട്ടുക്കോ ഹംസ്തെ ദേഖർ ലോഗോംനെ ഉസ്കെ ഹംസ്നെ കാ കാരൺ പൂച്ച. ആ ജാട്ട് അങ്ങനെ പൊട്ടി ചിരിക്കുകയാണ്. ജാട്ടിൻ്റെ ചിരി കേട്ടപ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ എന്തിനങ്ങനെ ചിരിക്കണത് എന്ന് കാരണം അന്വേഷിച്ചു. ഉസ്നെ സബ്കോ ഘർ മേം രഖേ ദോ ബടേവോം കാ രഹസ്യ സമജ്ജാ ദിയ ജിനേം ഖാനെ കി ജിദ് ഉസ്കാ ലഡ്കാ കർ രഹാദ. അപ്പോഴാണ് എന്ത് പറഞ്ഞത് ജാട്ട്, ഗർമേം വീട്ടിലുള്ള, രഗേധോ ദോ ബടേവോം 2 ബടേവ് 2 ലഡു സൂക്ഷിച്ച കാര്യം, രഹസ്യ സമച്ച ദിയാജിനേം ഖാനെ കി ജിദ് മീനിങ് എഴുതുക, വാശി പിടിക്കുക. ജിദ് എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക. അപ്പോൾ വീട്ടിൽ സൂക്ഷിച്ച 2 ലഡുവിൻ്റെ കാര്യം അപ്പോഴാണ് ജാട്ട് അവരോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എന്താണ്, ഗർമേം രഖേ ദോ ബടേവോം കാ രഹസ്യ ജാൻ സബി ലോഗ് ഗൂബ് ഹംസ്നെ ലഗെ. വീട്ടിൽ സൂക്ഷിച്ച 2 ലഡുവിൻ്റെ കാര്യം ജാട്ട് പറഞ്ഞപ്പോൾ സബി ലോഗ്, അവിടെ കൂടിയ എല്ലാ ആളുകളും എന്ത് ചെയ്യാണ്, ഗൂബ് ഹംസ്നെ ലഗെ പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ബേചാരെ ബട്ടേവോ തോ ജേം സേ രഹ് ഗയേ. അവിടെ കൂടിയ ആ വന്ന 2 വഴിയാത്രക്കാരെന്താണ്, ജെയിംസേ നാണിച്ച് തല താഴ്ത്തി. ബേചാരെ ബട്ടേവ് പാവം വന്ന വഴിയാത്രക്കാരെന്ത് ചെയ്യാണ്, ജെയിംസേ രഹ് ഗയേ നാണിച്ച് തല താഴ്ത്തിപ്പോയി. മഗർ അപ്പനി ജേം ചിപ്പാക്കർ വേ ബി സബ്കി ഹംസി മേ ഷാമിൽ ഹോ ഗയേ. അങ്ങനെ അവരുടെ അവരാകെ നാണം കെട്ടില്ലേ, ആ നാണം മറക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, അവിടെ കൂടി നിന്ന ആളുകളുടെ കൂടെ അവരും ചിരിക്കാൻ തുടങ്ങി. അവർ ഫിർ പ്രേമപൂർവക് ഭോജൻ കർണെ ബഡ് ഗയേ. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് യാത്ര തിരിച്ചത്. അപ്പോൾ യാത്രക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം വിളമ്പുന്ന സമയത്തുണ്ടായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ എന്ത് ചെയ്യാണ്, അവസാനം അവരവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവസാനം അവിടുന്ന് പിരിഞ്ഞ് പോയി. ഇതാണിതിലെ കഥ. ഇതിൽ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാട്ടിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അതുപോലെ തന്നെ ഹിന്ദി നമ്മൾ മാസങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഓരോ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് പഠിക്കാനും, പിന്നെ നമ്മൾ ദിവസങ്ങളിലെ രവിവാർ, സോമവാർ, മംഗൾവാർ എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാനും, അതുപോലെ തന്നെ 100 വരെ എണ്ണാൻ പഠിക്കാനാണ് ഇതിലുള്ള ആക്ടിവിറ്റീസ്. നിങ്ങൾ സ്കൂളിലാണെങ്കിൽ ഞാൻ ആ 100 വരെ ഓരോരുത്തരെ കൊണ്ടും എണ്ണാൻ പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വീട്ടിലായി പോയല്ലോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ ഇനി പഠിക്കുക, 100 വരെയൊക്കെ എണ്ണാനൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക.
ആക്ടിവിറ്റീസ് ഇനി ഞാൻ പറയില്ല, അതിരുന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.